ഇപ്പോൾ നടക്കുന്ന 50ാമത്തെ പടം നരിവേട്ട. ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 50ാമത്തെ സിനിമ. അതിനു മുമ്പ് സ്പോർട്ട് എഡിറ്ററായിട്ട് മൊയ്തീൻ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഗ്രാൻഡ് മാസ്റ്റർ തൊട്ട് അത് കുറേ പടങ്ങളുണ്ട്. അതും ഒരു 10-25-30 പടം. ഈ ചാർലിയിലേക്ക് എത്തപ്പെടുന്നത് എങ്ങനെയാണ്? ചാർലിയിലേക്ക് ജോമോൻ ക്യാമറമാൻ ഉണ്ടല്ലോ, ജോമോനും ജോജി ചേട്ടനും അടിഞ്ഞൻ്റെ അടുത്ത് തന്നെ പറ്റി പറഞ്ഞു. ഞാൻ അതിൻ്റെ സ്പോർട്ട് എഡിറ്ററായിരുന്നു ചാർലിയിൽ. അങ്ങനെ എഡിറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് ആദ്യമൊന്നും അവർ പറഞ്ഞില്ലായിരുന്നു. എഡിറ്റ് ചെയ്തൊരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റി ചേട്ടൻ ചോദിച്ചു, നീ തന്നെ ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. എഡിറ്റ് ചെയ്ത അപ്പോൾ ആ സമയത്ത് എനിക്ക് അത്രയും ഒരു ധൈര്യമൊന്നുമില്ല. മഹേഷ് ഏട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ നല്ല സിനിമയാണ്, എനിക്ക് അതിൻ്റെ കഥ അറിയാം, ഞാൻ ചെയ്യേണ്ടായിരുന്നു, ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോവാം, അപ്പോൾ നീ എനിക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്യാം. അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് കയറി ചെയ്ത. ഇപ്പം ധൈര്യത്തിൻ്റെ കേസ് പറഞ്ഞപ്പോളേ, ചാർലി പോലൊരു പടം തുടക്ക സമയത്ത് നമ്മളെ തേടി വരുന്ന സമയത്ത് നമുക്ക് എന്താണെങ്കിലും ഒരു പേടി കാണും. ഇതെന്തായിത്തീരും, നമുക്ക് കിട്ടിയൊരു ഫസ്റ്റ് പ്രൊഡക്റ്റാണ്. ആ ഒരു പേടിയെ മാറ്റി അതിലോട്ട് വന്നൊരു ധൈര്യം എങ്ങനെയായിരുന്നു? ഞാൻ ചെയ്യുന്ന പടത്തിൻ്റെ ഡയറക്ടറിൻ്റെ കഴിഞ്ഞ 2 പടം സൂപ്പർ ഹിറ്റായിരുന്നു. ഓക്കെ. ഞാൻ എന്തായാലും എന്നെ ഗൈഡ് ചെയ്യുന്ന പുള്ളിയാണല്ലോ. അപ്പോൾ ഞാൻ അയാളെ ട്രസ്റ്റ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ക്യാമറാമാൻ, ലീഡിങ് ആയിട്ടുള്ള ക്യാമറാമാൻ, മ്യൂസിക് ഡയറക്ടർ അടിപൊളിയാണ്. സോ ഒരു സിനിമയുടെ ഫൈനൽ ഔട്ട് ഇതെല്ലാം കൂടിയിട്ടാണല്ലോ വരുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ മാത്രം കുറച്ച് പ്രശ്നമായാലും ബാക്കിയുള്ള ഏരിയയൊക്കെ വെച്ച് മാനേജ് ചെയ്യുന്നുള്ളൊരു ധൈര്യം. പക്ഷേ അത് നല്ല രീതിയിൽ വന്നു ചാർലി. ആദ്യത്തെ എഡിറ്റിങ്ങിനെ പറ്റിയിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ സംസാരിക്കുകയും പരിപാടിയൊക്കെ ചെയ്തായിരുന്നു. എത്ര ഷോട്ടുകൾ സിനിമയിലെടുത്താലും ആസ് എ എഡിറ്ററിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഏത് പോർഷനും കളയാം. ഓക്കെ. അങ്ങനെ ഒരുപാട് പോർഷൻസ് വന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത ഷൂട്ടുകൾ സീൻസുകളും കാണുമല്ലോ. അങ്ങനെ ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ പോർഷൻ വേണ്ടെന്ന് പറഞ്ഞതുണ്ടോ സിനിമകളിൽ? ഒരുപാട് എല്ലാ സിനിമകളിലും എന്താ കാര്യം വെച്ചാൽ നമുക്ക് ഒരിക്കലും ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ കാണുന്നത് ഒരു 2.25 മണിക്കൂർ സിനിമയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് വരാൻ പറ്റില്ല, അങ്ങനെ എടുത്തു വെക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഇരട്ടി ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്ത ലാസ്റ്റ് പടങ്ങളെല്ലാം എടുത്ത് നോക്കിയാലും ഓൾമോസ്റ്റ് 3 മണിക്കൂറിന് മുകളിൽ, 3.5 മണിക്കൂർ, 4 മണിക്കൂറൊക്കെയുള്ള പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ മാക്സിമം നമുക്ക് ആ കഥയിലേക്ക് വേണ്ട കാര്യങ്ങൾ വെച്ച് ആവശ്യമില്ലാത്ത എങ്ങനെയൊക്കെ ഞാൻ പറയും, അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടി വരും. കാരണം അതിൻ്റെ ഡയറക്ടറും റൈറ്ററും ഒക്കെ ഒരുപാട് നാൾ ഇതിൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അവർക്കൊരു ഇമാജിനേഷൻ, അവർ ആ സീൻ ഇന്നൊരു കാര്യത്തിനാണ് അവിടെ വേണ്ടതെന്ന് അവർക്ക് ധാരണയുണ്ടാവും. അത് മാറ്റിയെടുക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടാവും. അപ്പോൾ പറയുമ്പോൾ തന്നെ അവർ മനസ്സിലാവും. ചില സമയത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും, ഇത് വെച്ചാലത്തെ ബുദ്ധിമുട്ടും ദോഷങ്ങളും ഇതില്ലെങ്കിലത്തെ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണം എന്നുള്ളതും. ചിലപ്പോൾ നമ്മളൊരു സ്റ്റോറി ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് വേറൊരു ഏരിയയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകും ചിലപ്പോൾ ഒരു സീനൊക്കെ വരുമ്പോൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലോ മിസ്സാവും. അത് ആവശ്യം ഉണ്ടാവില്ല. അതിൻ്റെ ഒരു പേസും ഒക്കെ കുറയും പടത്തിൻ്റെ. ആ സമയത്ത് ആ സീനായിട്ട് ചിലപ്പോൾ കാണാൻ നല്ലതായിരിക്കും. ഒരിക്കലും സീൻ മോശമായിട്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ കളയേണ്ടി വരിക. ഇപ്പോൾ മാർക്കോല് റിയാസ് ഖാനായിട്ട് ഉണ്ണിക്കൊരു ഫൈറ്റ് ഉണ്ട്, ഒരു വലിയ സീനത്. ആ ഫൈറ്റ് നല്ല ഫൈറ്റ് തന്നെയാണ്, പക്ഷേ അത് ആവശ്യമില്ല ആ സ്ഥലത്ത്. ഓക്കെ. അപ്പോൾ അവരുടെ അടുത്ത് പറയുമ്പോൾ അവർക്കത് മനസ്സിലായി. അവർ ഹനീഫിൻ്റെ അടുത്ത്, ഞാൻ ഉണ്ണിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു. അത് ഞാൻ വെച്ചിട്ടും ഇല്ലാണ്ട് കാണിച്ചു കൊടുത്തു അവർക്ക്. അപ്പോൾ അവർ കൺവിൻസ്ഡ് ആയപ്പോൾ അങ്ങനെ മാറ്റിയത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇക്കയുടെ വൈറലാകുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് മാർക്കോടെ എഡിറ്റിംഗ് സമയത്ത് എൻ്റെ മക്കൾ പോലും വരത്തില്ലായിരുന്നു. അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താ? എൻ്റെ മോള് ഒരു വട്ടം റൂമേ വന്നുള്ളൂ. വന്നപ്പോൾ വരുമ്പോൾ കാണുന്ന സീൻ ചെവി കടിച്ച് പറിച്ച സീൻ അത് കണ്ടപ്പോൾ പിന്നെ എന്നാ പ്രായമുണ്ട്? അവൾക്ക് 7 വയസ്സ്. അടിപൊളി. പിന്നെ അവൾക്ക് ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ അവിടെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ അപ്പുറത്തുനിന്ന് ചോദിക്കുള്ളൂ, എനിക്കവിടെ വരാൻ പാടുമോ എന്ന് ചോദിച്ചിട്ട് ഈ സൈഡിലേക്ക് വരുള്ളൂ. മോളും ആരും വരാണ്ടായി അത് തീരുന്നവരെ. മാർക്കോണ് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി അവിടെ. ഇപ്പം രേഖാചിത്രം എടുക്കുന്ന സമയത്ത് മാർക്കോയും എടുക്കുന്ന സമയത്ത് രണ്ടും നല്ല ഡിഫറെൻ്റ് ഉള്ള പടമാണ്. ഓക്കെ. ഇനി രേഖാചിത്രത്തിൽ തന്നെ ചെയ്യാം. ആസ് എ എഡിറ്റർ ഒരു പടം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് വിജയിക്കും എന്നൊരു ഇത് വരുമോ? ഒരുവിധം നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ. അങ്ങനെ ഏതെങ്കിലും ആരോടെങ്കിലും വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ? അത് ഡൗട്ട് തോന്നിയാടാ ഇത് വിജയിക്കുമോ, അല്ലെങ്കിൽ ഇത് വിജയിക്കുമെന്ന് ഉറപ്പാ എന്നൊരു ഡയറക്ടറിന് ഇത് വന്നിട്ട് വിളിച്ച് ചോദിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? നമ്മൾക്ക് എപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഞാൻ ഈ അങ്കമാലി ഡയറീസ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഞങ്ങൾക്ക് എല്ലാവരും അതൊരു ആക്ഷൻ പടമായിരുന്നു. ഓക്കെ. ഞാൻ വളരെ കുറച്ച് പടങ്ങൾ ഞാൻ തിയേറ്ററിൽ പോയി കാണുള്ളൂ, ഞാൻ എഡിറ്റ് ചെയ്ത പടങ്ങൾ. പക്ഷേ അതിൽ കാണാറില്ല. അങ്കമാലി ഡയറീസ് ചെമ്പൻ ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ നിർബന്ധിച്ച് വിളിച്ച് കൊണ്ടുപോയി. അത് വില്ലൻ ഷൂട്ട് എടുക്കായിരുന്നു, അതിൻ്റെ ലൊക്കേഷനിൽ ചെമ്പൻ ചേട്ടൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ
ഞങ്ങൾ സീരിയസ് ആയിട്ട് കണ്ട സീനിലൊക്കെ ആൾക്കാർ ഹ്യൂമർ സീൻസായിട്ട് അവർ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പോൾ നമുക്കറിയില്ല അങ്ങനത്തെ പല സീൻസും. ഇപ്പോൾ അജഗജാന്തരം എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, അജഗജാന്തരമല്ല, സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ ഞാൻ അതും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. വിനായകൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൈയടിയാ. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല, ടിനുവിനും അറിയില്ലായിരുന്നു അങ്ങനത്തെ ഒരു സീൻ അവിടെ കൈയടി കിട്ടുന്നുള്ളത്. വെറുതെ വിനായകൻ ബസ്സിൽ നിന്ന് വരുന്നു, ഇറങ്ങുന്നു, വലിയ ക്ലാപ്സ് ആയിരുന്നു തിയേറ്ററിൽ. അപ്പോൾ അങ്ങനെ പല സമയത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത റെസ്പോൺസ് തിയേറ്ററിൽ ഉണ്ടാവാറുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയി കാണാത്തതിൻ്റെ റീസൺ എന്താ വെച്ചാൽ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് ശരിയായില്ലെന്ന് എനിക്ക് തോന്നും എപ്പോഴും. ഞാനിങ്ങനെ ഇരുന്ന് മാറ്റിക്കൊണ്ടിരിക്കും. ഞാൻ തിയേറ്ററിൽ കാണുന്ന സമയത്ത് എനിക്ക് തോന്നും അയ്യോ ഇത് ഇങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച റെസ്പോൺസ് തിയേറ്ററിൽ കണ്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമാണ്. ഇപ്പം ഞാൻ ചിരിക്കുമെന്ന് വിചാരിച്ച സ്ഥലത്ത് തിയേറ്ററിൽ ചിലപ്പോൾ ചിരിച്ചൊന്നും വരില്ല. ഇപ്പം നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്ത് ചിരിക്കും, അത് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് ചിരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഞാൻ ഒരു പടത്തിന് ഇതേപോലെ പോയിട്ട് പടം തുടങ്ങി ഒരു പോയിന്റ് എത്തിയപ്പോൾ ഇതേപോലെ ഞാൻ വിചാരിച്ച റെസ്പോൺസൊന്നും ഇല്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു, കുറേ ദൂരം നടന്നിട്ട് ഷോ തീരുന്നവരെ ഒരു മാളിൽ കയറിയിട്ട് അവിടെ മറ്റേ ചെയറില്ലേ മറ്റേ മസാജ്, അതിലിങ്ങനെ പൈസ കൊടുത്ത് മസാജ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നു, അവിടെ ചിരിച്ചു ഇവിടെ ചിരിച്ചു നോക്കിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ആ ഷോ തീരുന്നവരെ ഞാൻ എങ്ങനെയും, ആദ്യത്തെ ഷോ തീരുന്നവരെ ഞാൻ എങ്ങനെയും മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും.